നമ്മുടെ ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ കാണുന്നതെല്ലാം പുത്തനായിട്ടുള്ള മെറ്റീരിയൽസ് ആണ്, ഹോം അപ്ലയൻസസ് ആണ്. നമുക്കിവിടെ ഫ്രിഡ്ജ് ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, AC ഉണ്ട്, അങ്ങനെ എല്ലാവിധ അപ്ലയൻസസും കിട്ടും. പക്ഷേ ഇതെല്ലാം സാധാരണഗതിയിൽ നമ്മളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടും ഏകദേശം 5000 രൂപ മുതൽ 25000 രൂപ വരെ വിലക്കുറവിൽ വാങ്ങാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ മാർക്കറ്റ് വില എത്രയാണ്? ഈ ഒരു ഫ്രിഡ്ജിൻ്റെ മാർക്കറ്റ് ഇത് 210 ലിറ്ററിൻ്റെ LGയുടെ ഫ്രിഡ്ജാണ്. ഇതൊരു മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 20,900 വരെ മാർക്കറ്റ് വില വരുന്നുണ്ട്. ഇത് നമുക്കൊരു 14,900 15 റേഞ്ചിൽ കിട്ടും. അതായത് ഏകദേശം ഒരു 6000 രൂപയോളം വ്യത്യാസം വരുന്നുണ്ട്. കുറച്ച് നമുക്ക് വാങ്ങാൻ സാധിക്കും. ഈ സെയിം സാധനം നിങ്ങൾ കടയിൽ ചെന്ന് വാങ്ങുന്നതിനെക്കാട്ടും നല്ല വിലക്കുറവിൽ. അപ്പം ചോദിക്കും, ഇത് പഴയ സാധനമാണോ? പഴയതാണോ? 25 മോഡൽ തന്നെയാണ്, കറണ്ട് ഇയർ മോഡലാണ്. അപ്പോൾ ഇതിന്റെ പ്രശ്നം എന്താണ്? ഇത് ചെറിയ സ്ക്രാച്ചാണ്, ചെറിയ ഈ സൈഡിൽ കാണുന്നത്. ഈ സൈഡിൽ ഒന്ന് നോക്കി, ഇത് ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടോ? നമ്മളിത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്തപ്പോൾ എവിടെയോ തട്ടി വന്ന ചെറിയൊരു സ്ക്രാച്ചാണ്. ഇങ്ങനെ ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചോ ചെറിയ ഡെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉള്ള, പക്ഷേ ഇതിൻ്റെ പ്രവർത്തനത്തെ ഒരു രീതിയിലും ബാധിക്കാത്ത രീതിയിലുള്ള ചെറിയ ഡാമേജുകൾ, അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മുടെ ഈ ഷോപ്പിൽ വിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. ഇത് കമ്പനി വാറന്റി ഉണ്ട്, GST ബില്ലുണ്ട്, ഓൾ കേരള നമുക്ക് ഡെലിവറി ചെയ്യാം. അത് തന്നെ. ഇത് നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് എങ്ങനെ എടുക്കും? അപ്പോൾ അതായത് നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് തന്നെ സപ്ലൈ ചെയ്യുന്ന സാധനമാണ്? അതെ അതെ, കമ്പനിയിൽ നിന്ന് നമുക്ക് ഇത് ഈ ഒരു കാറ്റഗറി പെട്ട സാധനമായതുകൊണ്ട് ഷോറൂമിൽ വിടാതെ നമുക്ക് തന്നെ ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ്. അപ്പോൾ LG, സാംസങ്, ഗോദ്രേജ് ഈ 3 ബ്രാൻഡാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ശരി. അപ്പോൾ അതിൻ്റെ എല്ലാം നമുക്ക് ഇതുപോലെ ഷോപ്പുകളിൽ നിന്നൊക്കെ വരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും വരുന്ന ചെറിയ ഡാമേജ് ഉള്ള സാധനം അങ്ങനെയുള്ള കാറ്റഗറിയിൽ വരുന്നതാണ് ഇവിടെ വരുന്ന ഐറ്റംസ് എല്ലാം തന്നെ. സാധാരണഗതിയിൽ നിങ്ങൾ പുറത്ത് പോയി 1.5 ലക്ഷം 1.4 ലക്ഷം രൂപയ്ക്ക് എടുക്കുന്ന ഒരു ഫ്രിഡ്ജൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 67-68 രൂപ മുതലൊക്കെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് സൈഡ് ടു സൈഡൊക്കെ ഓപ്പൺ ചെയ്യാവുന്ന ഫ്രിഡ്ജ് ഉണ്ട്. ചെറിയ ബഡ്ജറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്നത് പോലെ 14,000-15,000 രൂപ മുതൽ തന്നെ നമുക്ക് നല്ല പുത്തനായിട്ടുള്ള ഫ്രിഡ്ജ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെന്ന് സ്റ്റോറിലൊക്കെ പോയി നോക്കിയതിന് ശേഷം അവിടെയുള്ള വിലയൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട, നിങ്ങൾ നേരിട്ട് വന്ന് ബാക്കി ഈ സാധനം കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്. ഇനി ഇതിന് EMI ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ അവർ തന്നെ ചെയ്തു തരും. ഇപ്പോൾ EMI ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മേജറായിട്ടുള്ള എല്ലാ ഫിനാൻസും സർവീസും അവൈലബിൾ ആണ്. ബജാജ്, IDFC, മുത്തൂറ്റ്, പിന്നെ ക്രെഡിറ്റ് കാർഡ് EMI അവൈലബിൾ ആണ്. അപ്പോൾ ഏത് രീതിയിലുള്ള സാധനവും നമുക്ക് EMI അടക്കം കിട്ടും. അപ്പോൾ EMI അടക്കം കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം പുത്തൻ സാധനമാണ്. കാരണം പല രീതിയിലുള്ള കമൻറ്റ് വരും, വില കുറച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും യൂസ് ചെയ്തായിരിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കമൻറ്റ് വരും. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. നമ്മുടെ ഈ സ്ഥാപനം വരുന്നത് തിരുവനന്തപുരം പേരൂർക്കടയ്ക്ക് സമീപമാണ്. അതായത് പേരൂർക്കടയിൽ നിന്ന് വരുമ്പോഴത്തേക്കും മണികണ്ഠേശ്വരം പാലം കഴിഞ്ഞ ഉടനെ കൈലാസ് ഏജൻസീസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സ്ഥാപനം കാണാം. ഇവിടെ 2 നിലകളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലേ? 3 നിലയുണ്ട്. താഴെ ഉണ്ട്, മേളിൽ വാഷിംഗ് മെഷീൻ സെഗ്മെന്റ് പ്രത്യേകമുണ്ട്. പിന്നെ ഞങ്ങളൊരു 10 വർഷമായിട്ടോ നമ്മൾ ഈ ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്തത്. 10 വർഷം കൊണ്ട് നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. അതിന് അത്യാവശ്യം നമുക്കൊരു കസ്റ്റമേഴ്സ് ബെഞ്ച്, കസ്റ്റമേഴ്സ് സ്റ്റോക്ക്. ഓക്കെ. അപ്പോൾ ഞാൻ ഇനി നമുക്ക് ഇവിടെ വാഷിംഗ് മെഷീൻ്റെ ഒരു ഇതുണ്ട്, അത് നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ടാവും.